ശ്രീ യുവരാജ് ഗോകുൽ, ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കടുത്ത പ്രതിരോധത്തിലാണ് BJPയും കേന്ദ്ര സർക്കാരും. അതുകൊണ്ടാണ് അവർ പ്രതിപക്ഷത്തിനെതിരെ ഇത്തരത്തിൽ വലിയ ശബ്ദമുയർത്തുന്നത് എന്നുള്ളത്. 2, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ളവയെ ചോദ്യം ചെയ്തത് സ്വാഭാവികമായ സംശയം മാത്രമാണ്. അവകാശപ്പെട്ട രീതിയിൽ ഈ സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നു എന്നതിന് അടിസ്ഥാനമേകുന്ന തെളിവുകളൊന്നും ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നതിന് ശേഷം ഒരു മീറ്റിങ്ങുകളും ഉന്നതതലത്തിൽ കൂടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഇനി BJP നേതൃത്വത്തിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായ ഒരു സംശയമാണ്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ ഈ ജാതി സെൻസസ് എന്തിന് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ BJPക്കെതിരെ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യം പറഞ്ഞ ഒരു വിഷയം, പഹൽഗാം ആക്രമണത്തിന് ശേഷം BJPയും കേന്ദ്ര സർക്കാരും പ്രതിരോധത്തിലാണ്. തീർച്ചയായിട്ടും പ്രതിരോധത്തിലായിരിക്കുമല്ലോ ഒരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം 26 നമ്മുടെ സിവിലിയൻസ് കൊല്ലപ്പെട്ട് കഴിയുന്ന ഒരു വിഷയമുണ്ടായി കഴിയുമ്പോൾ നമ്മളിവിടെ ആഹ്ലാദിക്കുവാനോ ആഘോഷിക്കുവാനോ നടക്കുവാനോ ഒന്നും നമുക്ക് സാധിക്കില്ലല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രഷർ ഭരിക്കുന്ന കക്ഷിയുടെ പുറത്തുണ്ടാവും. ആ ഭരിക്കുന്ന കക്ഷിയുടെ പുറത്ത് ഒരു തിരിച്ചടിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ മേലിൽ അത്തരത്തിലുള്ള പ്രഷറൊന്നും ഉണ്ടാവില്ല. അവരൊരിക്കലും പ്രതിരോധത്തിലാകേണ്ടുന്ന സാഹചര്യമില്ല. കാരണം മുംബൈ താജ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് 26/11 നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇന്ന് 26 സിവിലിയൻസാണ് കൊല്ലപ്പെട്ടതെന്നുണ്ടെങ്കിൽ മുംബൈ താജ് അറ്റാക്കിൽ 166 സിവിലിയൻസാണ് കൊല്ലപ്പെടുന്നത്. സാധാരണ പൗരന്മാർ, ഇന്ത്യൻ സിറ്റിസൺസ് കേട്ടോ, പുറത്തുള്ളവർ വേറെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ അതും കൂടി ഉൾപ്പെടെയാണോ എന്നറിയില്ല. എന്തായാലും എനിഹോ 166 സിവിലിയൻസ് ഏറ്റവും മിനിമം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ഇലയെങ്കിലും പാകിസ്ഥാനിൽ അത് അനക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിന്, അന്നത്തെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടോ? ചോദ്യമാണ്, വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പാകിസ്ഥാനിലെ ഒരു ഇലയെങ്കിലും അനക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? അന്ന് കോൺഗ്രസ് എടുത്ത നടപടികൾക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയോ അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ആരും എവിഡൻസ് ചോദിക്കാൻ പോകുന്നില്ല. കാരണം ആരും ഒന്നും അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടില്ലെന്നേ. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോലും പോയിട്ടില്ല. നമ്മുടെ പ്രതിരോധ മന്ത്രി പാവപ്പെട്ട ശ്രീ AK ആൻ്റണി ആയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ശത്രു പെട്ടെന്ന് അതുവഴി ഇറങ്ങി വന്നാലോ, അതുകൊണ്ട് അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡെവലപ്പ് ചെയ്യാതിരലായിരുന്നു ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് ശ്രീ AK ആൻ്റണി തന്നെ പാർലമെൻറ്റിൽ പ്രസംഗിച്ച കാര്യമാണ്. അപ്പോൾ അത്രയും ഡിഫെൻസീവ് ആയിരുന്നു ഒരു വിഷയവും ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ പോലും UPA സർക്കാരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുക, എവിഡൻസ് ചോദിക്കുക. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സൈന്യം എന്ന് പറയുന്നത്, സൈന്യമാണ് ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾ ഇന്നയിടത്ത് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്, ഇന്നത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ടും ക്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സംഭവിച്ചു എന്ന് രാജ്യത്തോടും ലോകത്തോടും വിളിച്ചു പറയുന്നത് നമ്മുടെ സൈന്യമാണ് പറയുന്നത്. ഇന്ത്യൻ ആർമി എന്ന് പറയുന്ന അത്രയും പ്രൊഫഷണൽ അല്ലാത്ത ഒരു സംഗതിയാണ് എന്നാണോ ശ്രീ റോണി കെ ബേബിയും കോൺഗ്രസിൻ്റെ നേതാക്കളും പറയുന്നത്? എനിക്ക് മനസ്സിലായി. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് പറയണം അതാ ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യുക. അവിടെ ഇന്ത്യൻ ഡിഫൻസ്, അത് നേവി ആവട്ടെ ആർമി ആവട്ടെ, അവർ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഇന്ന സ്ട്രൈക്ക് അവിടെ നടത്തി കഴിഞ്ഞു, ഇന്നതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് നിങ്ങളത് ചെയ്തോ, അതിന് എവിഡൻസ് എവിടെയാണ്? ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പോഴും എവിഡൻസ് ചോദിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. കോൺഗ്രസിൻ്റെ കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ദിഗ്വിജയ് സിംഗിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ, ഇവരെല്ലാവരും ഇപ്പോഴും ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിൻ്റെ എവിഡൻസ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് എന്ത് തരത്തിലുള്ള എവിഡൻസ് ആണ് കൊടുക്കേണ്ടത്? സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത്, ഈ പറയുന്ന എയർ സ്ട്രൈക്ക് ബലാക്കോട്ടി നടക്കുന്ന സമയത്ത് ഇവരുടെ ഏതെങ്കിലും നേതാക്കൾ അതിൽ കെട്ടിവെച്ച് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണമായിരുന്നോ? അതാണോ ഇവർ പറയുന്ന എവിഡൻസ് എന്ന് പറയുന്നത്? അതിനേക്കാളും നല്ലത് പാകിസ്ഥാനെ ഫോൺ വിളിച്ച് പറയുന്നതാണ് അതെ ഞങ്ങൾ സ്ട്രൈക്ക് നടത്താൻ പോവുകയാണ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ BJP ഒന്നും വിശ്വസിക്കേണ്ട. ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ ഡിഫൻസിനെ, സൈന്യത്തിനെ, ആർമിയെ, എയർഫോഴ്സിനെ, ഇവരെയെങ്കിലുമൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുക എന്നുള്ളതാണ് ഒരു വശം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ വിട്ടുപോയി. അദ്ദേഹം എന്തായിരുന്നു ചോദിച്ചത്? രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു?
അതായത് BJP-യുടെ ഭാഗത്ത് നിന്ന് BJP എന്തോ മീറ്റിംഗ് വിളിച്ചില്ല എന്നുള്ള കാര്യം. ശ്രീ റോണി കെ ബേബി കോൺഗ്രസ് മീറ്റിംഗ് വിളിച്ചു, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി, നല്ല കാര്യം തന്നെയാണ്, അല്ല എന്നൊന്നും അല്ല പറയുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-ന് വേറൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവിടെ ഇരുന്ന് തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. BJP-യുടെ ദേശീയ അധ്യക്ഷൻ തന്നെയാണ് രാജ്യസഭയുടെ നേതാവായിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ്. അമിത്ഷാജി അവിടെ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവരെല്ലാവരും BJP-യുടെ നേതാക്കൾ തന്നെയല്ലേ. അവർ സ്വാഭാവികമായിട്ട് അവരൊരു തീരുമാനം പറഞ്ഞു കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാത്തൊരു തീരുമാനം ഇനിയിപ്പോൾ BJP വിളിച്ചു കൂട്ടി പറയണം, അല്ലെങ്കിൽ BJP-ന് വിളിച്ചു കൂട്ടി ഇതിനൊരു പിന്തുണ, ഇതൊക്കെ എന്ത് തരം ചോദ്യമാണ്? ആൾക്കാർ കേട്ടാൽ തന്നെ എന്താ വിചാരിക്കുക ഇതിനെക്കുറിച്ചിട്ട്? നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്നവരാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു വർക്കിംഗ് കമ്മിറ്റിയോ നിങ്ങളുടെ വാട്ടവർ അത് നിങ്ങൾ വിളിച്ചു കൂട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുക. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമായിട്ട് പുറത്തു വരികയാണ്. അപ്പോൾ ഇതിനെന്തിനാണ് ഒരു പ്രത്യേകം ഒരു മീറ്റിംഗ് വിളിക്കുന്നത്? പിന്നെ BJP സമ്മർദ്ദത്തിലായതുകൊണ്ട് പ്രതിരോധത്തിലായതുകൊണ്ട് പ്രതിപക്ഷത്തിന് അറ്റാക്ക് ചെയ്യുന്നത്. BJP ആണോ പ്രതിപക്ഷത്തിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്, അതോ നിങ്ങളാണോ പാകിസ്ഥാൻ്റെ കയ്യിലെ ടൂളായിട്ട് മാറിയെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിനെ അറ്റാക്ക് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകേണ്ടുന്ന സാഹചര്യം വന്നത്? നിങ്ങളുടെ ആൾക്കാരുടെ നിരുത്തരവാദപരമായ പ്രസ്താവനകളും നിങ്ങളുടെ ഔദ്യോഗിക കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ നിന്ന് വന്ന പോസ്റ്റും കാരണമല്ലേ അതിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വന്നത്? അതുകൊണ്ടല്ലേ അതിന് മറുപടി പറയേണ്ടി വന്നത്? ഇത് ഞങ്ങളാണോ ആഘോഷിച്ചത്? ഇത് പാകിസ്ഥാനല്ലേ ആഘോഷിക്കുവാൻ തുടങ്ങിയത്? അതേ ഇവരിങ്ങനെ പറയുകയാണ്, അതേ കോൺഗ്രസിൻ്റെ ഇതിങ്ങനെ പറയുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ ഇന്ന നേതാക്കൾ ഇന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുകയാണ്. ഇന്ത്യ അവിടെ സമ്മർദ്ദത്തിലാണ്, ഇവിടെ BJP സമ്മർദ്ദത്തിലാണെന്നല്ല, ഇന്ത്യ സമ്മർദ്ദത്തിലാണ്, ഇന്ത്യക്കകത്ത് വലിയ അടിപൊട്ടുകയാണ്, അവർ പരസ്പരം തമ്മിലടിക്കുകയാണ്, അവർക്കൊരു ക്ലാരിറ്റി ഈ വിഷയത്തിലില്ല എന്നുള്ള തലത്തിൽ പാകിസ്ഥാനിൽ അവർ ഇതുപോലുള്ള രാത്രി ചർച്ചകളിൽ ചർച്ച നടത്തുവാൻ തുടങ്ങുകയും അവിടുത്തെ പത്രങ്ങൾ ഇതിനെ എടുത്ത് ആഘോഷിക്കുവാൻ തുടങ്ങിയപ്പോഴും ആണല്ലോ നമ്മൾ തിരിച്ച് കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ദയവ് ചെയ്ത് മിണ്ടാതെ ഇരിക്കൂ, നാവടക്കി മിണ്ടാതിരിക്കൂ എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. നിങ്ങൾ നാവടക്കി മിണ്ടാതിരുന്നതിന് ശേഷം ആരെങ്കിലും നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ കുറച്ച് ദിവസത്തേക്കൊന്ന് അടങ്ങിയിരിക്കുക. ഇപ്പോൾ ഇന്നും താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഇന്നും നാളെ ഒന്നും ആക്രമിക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും ആയിരിക്കില്ല. ഇന്ത്യൻ ആർമിക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്തുകൊള്ളും. അവരെ ആരും ഒരു തരത്തിലുമുള്ള തടസ്സപ്പെടുത്തിയിട്ടില്ല. UPA കാലഘട്ടത്തിലേതുപോലെ തിരിച്ചടിക്കാൻ പോകരുത് എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശവും സൈന്യത്തിന് കൊടുത്തിട്ടില്ല. ഫ്രീ ഹാൻഡ് സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട്. അവരെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൺവിൻസിങ് ആയിട്ടുള്ള, അവർക്ക് വിശ്വാസം വരുന്ന ഒരു സമയത്തിൽ അവരത് കൃത്യമായിട്ടും ചെയ്തുകൊള്ളും. അതുവരെ നമ്മളൊന്ന് വിശ്വസിക്കുക. അതോടൊപ്പം ചോദിച്ചിരുന്നു ഈ അവസരത്തിൽ ജാതി സെൻസസ് വേണമോ എന്നുള്ളതിനെ കുറിച്ച് കൂടി ശ്രീ യുവരാജ് ഗോകുൽ. നോക്കൂ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ജാതി സെൻസസ് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ സമ്മർദ്ദത്തിലും ഡിഫൻസിലും നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേതാക്കളുടെ പ്രസ്താവനകൾ കാരണം ആ പാർട്ടി മൊത്തത്തിൽ ഡിഫൻസിലാണ്. നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അണികളോട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ രാജ്യത്തിനെതിരായിട്ട് ശബ്ദിക്കരുത് എന്ന് പറയേണ്ടുന്ന ഒരു സർക്കുലർ ഇറക്കി വിടുക എന്ന് പറയുന്ന ഒരു ഗതികേട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടി ആശയപരമായി അന്തരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലിയൊരു സമ്മർദ്ദത്തിലും ഡിഫൻസിലുമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചർച്ച തിരിച്ച് മറ്റൊരു വശത്തേക്ക് വിടണം. ഈ ഒരു പഹൽഗാമിൽ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായി, തീർച്ചയായിട്ടും അതിനെതിരായിട്ട് രാജ്യം നടപടിയെടുക്കും. ആ രാജ്യം നടപടിയെടുക്കുന്നത് വരെ നയപരമായിട്ടുള്ള മറ്റൊരു തീരുമാനവും ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്നുള്ളതൊന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു. നിങ്ങൾക്ക് ആ നടപ്പിലെടുക്കാനുള്ള തീരുമാനത്തിന് അഭിനന്ദിക്കണമെങ്കിൽ അഭിനന്ദിക്കുക, വിമർശിക്കണമെങ്കിൽ വിമർശിക്കുക. ആ വിഷയത്തിലൊന്നും വിമർശിക്കരുതെന്ന് നിങ്ങളെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചർച്ച വരട്ടെ. ആ ചർച്ചയിൽ നമുക്ക് കൃത്യമായിട്ട് ആ വിഷയത്തെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നിലവിലെ വിഷയം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന തിരിച്ചടിയുടെയും അടിയുടെയും ഒക്കെ രാഷ്ട്രീയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ തൽക്കാലം ദയവ് ചെയ്ത് അതിലേക്ക് നിൽക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.